തലസ്ഥാന നഗരിയിൽ യുദ്ധക്കളം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് UDF നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വൻ സംഘർഷമാണ് അരങ്ങേറിയത്. പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് ഇരച്ചുകയറി. BJP ഭരണസമിതിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ നീക്കം പാളിയതിന് പിന്നാലെ തെരുവ് യുദ്ധ പ്രഖ്യാപനവുമായിട്ട് കോൺഗ്രസ് കൗൺസിലർമാരും നൂറുകണക്കിന് പ്രവർത്തകരുമാണ് കോർപ്പറേഷൻ വളഞ്ഞത്. LDFും BJPയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് നഗരസഭ ഇളക്കി മറിച്ചുകൊണ്ട് UDFന്റെ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ കണ്ടത്. 6 മാസം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വികസനവുമില്ല. നടക്കുന്നത് വെറും ഭരണസ്തംഭനം മാത്രം. റീൽസുകൾ ചെയ്തും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയും ജനങ്ങളെ പറ്റിക്കുന്ന BJP ഭരണത്തിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചാണ് UDF തലസ്ഥാനം സ്തംഭിപ്പിച്ചത്. നഗരമൊട്ടാകെ മാലിന്യ കൂമ്പാരമായി മാറുന്നു. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥ. റോഡുകളാകെ തകർന്നു കിടക്കുന്നു. ഇതിനെല്ലാം പുറമെ കാപ്പ കേസ് പ്രതിയായ സുഗതന്റെ കൗൺസിലിന്റെ സാന്നിധ്യവും നഗരസഭയിലെ സ്വജനപക്ഷപാതവും ഉന്നയിച്ച BJP വെല്ലുവിളിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ ഇന്ന് ഇരച്ചെത്തിയത്. വൻ പോലീസ് സന്നാഹം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടും ആവേശം മൂത്ത UDF പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് നഗരസഭ വളപ്പിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. വെയ് വെയ് രാജിവെയ്, ആരടാ ഈ BJP എന്ന ആക്രോശത്തോടെ പ്രവർത്തകർ പോലീസിനെ വെട്ടിച്ച് അകത്തേക്ക് പാഞ്ഞു കയറിയതോടെ കോർപ്പറേഷൻ കവാടം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറി. പോലീസും പ്രവർത്തകരും തമ്മിൽ വൻ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായി. ഒടുവിൽ കൗൺസിലർ KS ശബരിനാഥൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ട് ഇടപെട്ടാണ് പ്രവർത്തകരെ കഷ്ടപ്പെട്ട് ശാന്തരാക്കിയത്. അംഗബലം ഇല്ലാത്തതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിൽ നിന്നും പിന്മാറിയെന്ന് കരുതി UDF തോറ്റു പിന്മാറിയിട്ടില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഈ തെരുവ് യുദ്ധം നൽകുന്നത്. അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കാത്തത് BJPയുമായുള്ള അന്തർധാര സജീവമായതുകൊണ്ടാണെന്ന് UDF തുറന്നടിക്കുന്നു. തൈക്കാട് ശാന്തി കവാടത്തിന്റെ തകരാറും കുടിവെള്ള പ്രശ്നവും പരിഹരിച്ചത് UDFന്റെ സമരവീര്യമാണ്. പൊതുമുതൽ തല്ലിപ്പൊളിക്കുന്ന LDF ശൈലിയല്ല തങ്ങളുടേതെന്നും എന്നാൽ BJP ഭരണസമിതിയെ താഴെ ഇറക്കും വരെ കൗൺസിലിനകത്തും പുറത്തും കനത്ത പോരാട്ടം തുടരും എന്നും UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മൂന്ന് മൈക്ക് ആഭാസിയായിട്ടുള്ള വനിതാ കൗൺസിലറെ പിച്ച് ചെയ്യുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. നമ്മുടെ വനിതകളെ അടിക്കാൻ നമ്മളാരും ഒന്നും പോയിട്ടില്ല. അവനൊക്കൊന്നും മേയാറുള്ളതല്ല. അവന്റെ കാര്യം മേയാറുള്ള ഇവിടുത്തെ കൗൺസിലർമാര്, നമ്മുടെ ചേച്ചിമാര്.
CPM-നോട് കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. ഇവിടെ കളിക്കാൻ വന്നേക്കുന്നു. CPM-നോട് കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. ഇവിടെ കളിക്കാൻ വന്നേക്കുന്നു. കളിയാ കോൺഗ്രസിനോട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDF-ന്റെ വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസമാണ്? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകൾക്ക് അടിക്കുകയാണ് അതിന്റെ വിദ്യാഭ്യാസ കമ്മിറ്റി. അതുകൊണ്ട് നോക്കാൻ നമ്മൾ നടത്തുന്നില്ല. അത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കാൻ നമ്മൾ പറ്റത്തില്ല. എന്നെ കണ്ടതല്ലേ അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം അറ്റൻഡൻസ് രജിസ്റ്റർ ഇവരെ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കൈവരുത്തും. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാണ്. പിന്നെ UDF കൗൺസിലർ അടിക്കുകയാണ്. ആ ചോദിക്കുന്നത് BJP കൗൺസിലർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാര് വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി 6 മാസങ്ങൾക്ക് മുമ്പ് ഈ കോർപ്പറേഷന് വലിയ പ്രതീക്ഷയോടെ സാധാരണക്കാരായിട്ടുള്ള തിരുവനന്തപുരത്തെ ആളുകൾ വോട്ട് നൽകി വിജയിപ്പിച്ചത് കഴിഞ്ഞ 45 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിക്കുകയാണ്. റിസൾട്ട് വന്നപ്പോൾ 55-ൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ 29 കുറഞ്ഞു. UDF-ന്റെ സീറ്റുകൾ ഇരട്ടിയായി. BJPക്ക് ഗണ്യമായിട്ടുള്ള ഒരു സീറ്റ് വർധന ഉണ്ടായിട്ട് ഈ നഗരസഭയുടെ ഭരണം ജനങ്ങളെ ഏൽപ്പിച്ചത് വികസനം നടത്തുവാനാണ്. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ട് 45 ദിവസത്തിനകത്ത് നഗരത്തിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ എന്തിന് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ തിരുവനന്തപുരം ജില്ലയ്ക്കും കേരളത്തിനും ആനമുട്ട മാത്രം സംഭാവന ചെയ്ത ഒരു കേന്ദ്ര സർക്കാരും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിസ്സംഗമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയാണ് ഉള്ളത്. ഈ നഗരത്തിൽ താമസിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളടക്കമുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ നഗരത്തിനെ മാലിന്യ കൂമ്പാരമായി മാറ്റിയിരിക്കുകയാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? 6 മാസമായി തങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പോലും പറയാൻ കഴിയാതെ പണ്ട് രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഇന്നാട്ടിനെ ചുറ്റുവട്ടത്തുള്ള പന്നി ഫാമുകളിലേക്ക് വേസ്റ്റ് വിടുന്ന അതേ പ്രവർത്തനമാണ് ഇപ്പോഴും BJPയുടെ നഗരസഭ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരുവ് നായകളുടെ വിഷയം ഒരു വലിയ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. ആ വിഷയം പൂർത്തിയാക്കുവാൻ വേണ്ടി, അതിന്റെ പ്രശ്നങ്ങൾ ശരിയാക്കുവാൻ വേണ്ടി NGO-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രദേശത്ത് മാത്രം ഐഡന്റിഫൈ ചെയ്ത് നായ്ക്കളെ ഇങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അതിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് 1000-കണക്കിന് നായ്ക്കൾ എല്ലാ വാർഡിൽ നിന്ന് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഫോൺ എടുക്കാതെ ആളുകൾ ജീവിതം ദുസ്സഹമായ അവസ്ഥയാണ്. ഈ നാട്ടിലെ കോർപ്പറേഷൻ റോഡുകൾ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. കുടിവെള്ളത്തിന്റെ വിഷയം പറയുമ്പോൾ 6 മാസം മുമ്പ് സമരം ചെയ്ത BJP ആളുകൾ പറയുകയാണ് കുടിവെള്ളവും കോർപ്പറേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത്. ഇവർക്ക് എന്തുമാത്രം LSGD നിയമങ്ങൾ അറിയാമെന്നുള്ളതിൽ ഏറ്റവും ഉദാഹരണമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ കുടിവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് കോർപ്പറേഷൻ വെക്കുമ്പോൾ ഇവിടെ മേയർ അടക്കം പറയുകയാണ് കുടിവെള്ളത്തിനും കോർപ്പറേഷനും എന്താണ് ബന്ധമെന്നുള്ളത്. അതുപോലും അറിയാത്ത ഈ ഭരണസമിതി 6 മാസം പൂർത്തിയാക്കുമ്പോൾ ഈ നഗരത്തെ ഒരു ഭരണസ്തംഭനത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ അഭിമാനത്തോടെ പറയുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം കൗൺസിലിനകത്തും പുറത്തും കൃത്യമായി മാന്യമായി ചെയ്തിട്ടുള്ള മുന്നണി UDF ആണെന്നുള്ളത് അഭിമാനത്തോടെ പറയുകയാണ്. ഇവിടെ തൈക്കാടുള്ള ശാന്തി കവാടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ആ ശാന്തി കവാടം പൊളിഞ്ഞിരുന്നപ്പോൾ UDF നടത്തിയ സമരത്തിന് പിന്നാലെയാണ് കാര്യങ്ങൾ ശരിയാക്കുവാൻ BJP കൗൺസിൽ വന്നത്. കുടിവെള്ള വിഷയം വന്നപ്പോൾ ആദ്യം സമരം ചെയ്തത് UDF ആണ്. ഇവിടെ മാലിന്യം വിഷയപ്പോൾ ആദ്യം വന്നപ്പോൾ സമരം ചെയ്തത് UDF ആണ്. പക്ഷേ എന്റെ അപ്പുറത്തുള്ള LDF സുഹൃത്തുക്കളെ പോലെ വഴക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി സാധനങ്ങൾ തല്ലി പൊട്ടിക്കുന്നതാണ് പ്രതിഷേധമെങ്കിൽ ആ തരത്തിലുള്ള പ്രതിഷേധത്തിന് UDF-ന് താല്പര്യമില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയുകയാണ്. നിങ്ങളും LDF-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവിടുത്തെ ആളുകൾക്ക് എല്ലാം അറിയാം. സുഗതൻ എന്ന് പറഞ്ഞ ഒരു കാപ്പാക്കീസ് പ്രതി അഭിമാനത്തോടെ പറയുകയാണ് സുഗതനെ അറസ്റ്റ് ചെയ്ത പോലീസ് UDF-ന്റെ പോലീസാണ്. ആ ഹോം മിനിസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. LDF സർക്കാരുള്ള സമയത്തോ സുഗതൻ ആബ്സ്കോണ്ടിംഗ് ആണെന്ന് പറയുമ്പോൾ പിടികിട്ട പുള്ളിയാണെന്ന് പറയുമ്പോൾ ഏപ്രിൽ 27-ാം തീയതി ഈ കൗൺസിൽ ഓഫീസിൽ വന്ന് സുഗതൻ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൗൺസിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അന്നുണ്ടായിരുന്ന LDF ഭരണസമിതിയാണ്. അന്നുണ്ടായിരുന്ന കേരളത്തിന്റെ LDF ഭരണമാണ്. അപ്പോൾ LDF-ഉം BJP-യും ഇവിടെ സുഗതന്റെ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം കോൺട്രാക്ട് നിയമനങ്ങൾ UDF ഇവിടെ 55 ദിവസ സമരമാണ് അന്ന് UDF
ശ്രീ പി കെ വേണുഗോപാൽ സാർ അടക്കമുള്ള ശിവകുമാർ സാർ അടക്കമുള്ള ശ്രീ പാവൂർ സാർ അടക്കമുള്ള നമ്മൾ എല്ലാവരും ചേർന്ന് 55 ദിവസം സമരം ചെയ്തത്. അന്ന് അപ്പുറത്ത് BJP സമരം ചെയ്തു. എന്തിനാണ്? കോൺട്രാക്ട് നിയമനങ്ങൾക്കെതിരെ അനധികൃതമായി ആയിരക്കണക്കിന് ആളുകളെ 40,000 50,000 രൂപ ശമ്പളത്തിൽ ഒരു ക്വാളിഫിക്കേഷൻ ആൾക്കാർ തിരികെ കയറ്റിയതിനെതിരെ ആര്യ രാജേന്ദ്രൻ അങ്ങോട്ടൊരു കത്ത് ശ്രീ ആനാവൂർനാഥ്, ഇങ്ങോട്ട് ഒരു മറുപടി കത്ത് ആനാവൂർനാഥൻ ആര്യ രാജേന്ദ്രന് കൊടുക്കും. അങ്ങനെ കത്തിടപാടിലൂടെ ആളുകളെ നിയമിച്ചിരുന്ന സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റവും 6 മാസമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ വിഷമത്തോടെ പറയുകയാണ്, ആ ആനാവൂർനാഥൻ കത്ത് കൊടുത്ത് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഇവിടെ അപ്പോയിന്റ് ചെയ്ത ആളുകൾ, ആ ഭൂതങ്ങൾ തന്നെയാണ് ഈ കോർപ്പറേഷൻ ഇപ്പോഴും ഭരിക്കുന്നത്. അതിൽ ഒരാളെ പോലും മാറ്റുവാനുള്ള ചങ്കുറപ്പ് മേയർ ശ്രീ വി രാജേഷ് കാണിക്കാത്തത് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണെന്നുള്ളത് ശക്തമായി പറയുന്നത് UDF മാത്രമല്ല, ഈ നാട്ടിലുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളെല്ലാം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു അവിശ്വാസപ്രദമായ UDF മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാടിൽ ശക്തമായി നിൽക്കുകയാണ്. നമ്മൾക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണം വേണ്ട. LDFന്റെ വിഴുപ്പ് ഭാണ്ഡം തൂക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല, UDFനില്ല. പക്ഷേ ഇവിടെ ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഇവിടെ ക്രിയാത്മകമായിട്ട് പ്രതിപക്ഷമായി നിന്നുകൊണ്ട്, കേരള സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഈ നഗരത്തെ വീണ്ടെടുക്കുവാൻ ഇവിടെ UDFന് മാത്രമേ കഴിയൂ എന്ന് കൂടി തെളിയിച്ചുകൊണ്ടാണ് ഈ നഗരസഭാ മാർച്ചോട് വന്നിരിക്കുന്നത്. എടുത്തു ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ പി കെ വേണുഗോപാൽ സാർ, ഇന്ന് ഉദ്ഘാടനം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മുൻ സ്പീക്കർ DC അധ്യക്ഷൻ ശ്രീ N ശക്തൻ സാർ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രി ശ്രീ VS ശിവകുമാർ അവർകൾ, ശ്രീ ശാസ്ത്രപ്രസാദ് അവർകൾ, CMBയുടെ നോജ് ശ്രീ മുഹമ്മദ് സുൽഫി അടക്കം, ശ്രീമതി ലക്ഷ്മി, ശ്രീ മണക്കാട് സുരേഷ് അടക്കം, ശ്രീ കൈമലം, ശ്രീ ജയകുമാർ അടക്കമുള്ള UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ മേരി പുഷ്പം, ശ്രീമതി സജീന, ശ്രീ ഹരി, കമ്പറനാരായണൻ സാർ അടക്കമുള്ള എല്ലാവർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും, പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, സ്വാഗതം പറഞ്ഞുകൊണ്ട് 2 വാക്ക് സംസാരിക്കുവാൻ അധ്യക്ഷൻ ശ്രീ പി കെ വേണുഗോപാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു.